ഒരു വട്ടം കൂടി പറയൂ, ഒരു വട്ടം കൂടി പറയൂ. ഔർ ഏക് ബാർ ബോലിയേ, ഔർ ഏക് ബാർ. അപ്പം നമ്മൾ ബോലിയേ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനമുള്ള ഒരു അവസ്ഥയിലാണ് ബോലിയേ. ഒന്നും കൂടി പറയൂ. ഔർ ഏക് ബാർ പതായിയേ, ഔർ ഏക് ബാർ പതായിയേ. ഔർ ഏക് ബാർ ഒരു തവണ, ഔർ ഏക് ബാർ ബി പതായിയേ, ഒരു തവണ കൂടി പറയൂ. ഓക്കെ, ഒന്നുകൂടി ചെയ്യൂ. ഔർ ഏക് ബാർ കർ ലീജിയേ, ഔർ ഏക് ബാർ കറോ എന്ന് പറഞ്ഞാലോ അതങ്ങനെ തന്നെ. ഔർ ഏക് ബാർ ബോലോ, അത് ഈ പറയുന്നത് ബോലോ ബതാവോ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ ഹിന്ദി സംസാര ഭാഷ ഭയങ്കര പൊളൈറ്റായ ഭാഷയാണ് ഹിന്ദി ഭാഷ. അതുകൊണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ സ്കെയിൽ വെച്ചുകൊണ്ട് അതിനെ അളക്കരുത്. വാക്കുകൾ നമുക്കറിയാം എന്ന് വിചാരിച്ചിട്ട് അടിച്ചുവിടാൻ നിൽക്കരുത്. അവർ പറയാറ് ഔറേക്ക് മർത്തബ സുനിയെ ജനാബ്, ഔറേക്ക് മർത്തബ സുനിയെ ജനാബ്. ഒന്നുകൂടി പറയണമെന്ന് കേൾക്കൂ. ഓക്കെ, ഔറേക്ക് മർത്തബ സുനിയെ എന്ന് പറയാം. ഓക്കെ, ഔറേക്ക് മർത്തബ ദേഖിയേ, ഒന്നുകൂടി ചെയ്യൂ. ഞാനൊരു ഓഫീസിൽ ചെന്ന സമയത്ത് ഒരു വർക്ക് ചെയ്യാൻ കൊടുത്തു. അയാളെ കമ്പ്യൂട്ടർ ഹാങ്ങാണ് നടന്നിരിക്കുക. അയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എനിക്കാണെങ്കിൽ തിരക്കുണ്ട്. ഞാൻ പറയാം ഒന്നുകൂടി ട്രൈ ചെയ്യൂ സാർ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് ടൈം ബഹുത് ലേറ്റ് हो रहे, और एक मर्तबा ट्राई कर लीजिए, और एक मर्तबा ट्राई करना എന്ന് കോശിഷ് करना എന്ന് പറയാം. और एक मर्तबा कोशिश करो यार, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ഔറേക്ക് മർത്തബ കോശിഷ് കറോ. ഓക്കെ, ഇപ്പൊ ഔറേക്ക് എന്ന് പറയുന്ന ഒന്നുകൂടി, ഔറേക്ക് ബാത്ത്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഔറേക്ക് ബാത്ത് ബോലൂമേ, ഞാൻ ഒരു വാക്കുകൂടി പറയട്ടെയോ? ഔറേക്ക് ബാത്ത് സുനോ. ഒരു കാര്യം കൂടി നീ കേട്ടോളൂ. ഈ രീതിയിൽ പല ആംഗിളിലും പറയാൻ പറ്റിയൊരു സാധനമാണ് ഔർ. ഈ ഔറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ കടയിലൊക്കെ ചെന്ന ഔർ, നമ്മളെ കടയിലൊക്കെ ചെന്നാൽ പിന്നെ ഇപ്പം നെറ്റിൽ ഫോൺ ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഭാര്യക്കൊക്കെ വിളിക്കുമ്പോൾ പിന്നെ ഈ പിന്നെ ഉണ്ടല്ലോ, ഒരു കാര്യമില്ലാത്ത വർത്താനം, കട്ട് ചെയ്യാനും വയ്യ. ഔർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.